ജോസ് കെ മാണി നമുക്കൊപ്പം ചേരുന്നു. MP ശ്രീ ജോസ് കെ മാണി, നമസ്കാരം. വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത ഒരിക്കൽ കൂടി വരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് കണാച്ചേരിയിൽ എൽദോസ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ തേക്കിൻകുപ്പിൽ പശുവിനെ അഴിക്കാൻ പോയതാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്താണ് അങ്ങയുടെ പ്രതികരണം ശ്രീ ജോസ് കെ മാണി? വളരെ ദാരുണമായ സംഭവമാണ്. നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു വിഷയം ഈ വന്യമൃഗത്തിന്റെ അക്രമമാണ്. അത് വളരെ നിസ്സാരകരിച്ച് അല്ലെങ്കിൽ ഇതെങ്കിലും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. പക്ഷെ ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടത്. ഞാൻ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ പല മീറ്റിങ്ങുകളിലും കേന്ദ്രത്തിലും ഇതുമായി ബന്ധപ്പെട്ട നിവേദനം കൊടുക്കുകയും സംസ്ഥാനത്ത് പറയുകയും ചെയ്തു. ഇതിനകത്ത് അക്രമം നടന്നു, ആള് മരണമടഞ്ഞതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഓടി വരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മരണത്തിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിട്ട്, വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ പ്രധാനമായും ഒരു ഉത്തരവാദിത്വം കൂടി ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊടുക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വനത്തിന്റെ പുറത്തേക്ക് ഏതെങ്കിലും ഒരു വന്യമൃഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദിത്വം, എന്തെങ്കിലും ഡാമേജോ അക്രമമോ നടന്നതിനുള്ള ഉത്തരവാദിത്വം അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം അവർക്ക് അതിനെപ്പറ്റി അത് മുഴുവൻ അല്ലെങ്കിൽ ഇത്രയും 11,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള വനം മേഖലയിലുള്ള നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് അതിനെ തടയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു ലോ ചേഞ്ച് ഉണ്ടാകണം. ആ ലോ ചേഞ്ച് എന്ന് പറയുന്നത് വന്യമൃഗം പുറത്തേക്ക് വന്നാൽ ആ നിയമം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുവാൻ പോലീസിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട്. ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയിൽ MVI ആണ് നമുക്കറിയാവുന്നത് പോലെ എല്ലാം നമ്മുടെ വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യേണ്ടത്, അതിന്റെ ഫിറ്റ്നസ്സും അതിന്റെ ലൈസൻസ് ഉണ്ടോ, ഓവർ സ്പീഡ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അവർക്കും അധികാരമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ചെക്കിംഗ് നടക്കുന്ന പോലീസാണ്. കാരണം അത് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് മിനിസ്ട്രിക്കോ MVIക്കോ ഇത് നടത്തുവാൻ കഴിയാതെ പോകുന്നു. അവർക്ക് അതിനുള്ള ഫോഴ്സ് ഇല്ല. അപ്പോൾ നിയമ ഭേദഗതി ആവശ്യമാണ്. വന്യമൃഗം പുറത്തേക്ക് വന്നാൽ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലീസിന് കൊടുക്കണം. ആ നിയമ ഭേദഗതി ഉണ്ടായേ പറ്റൂ. അതുപോലെ തന്നെ വന്യമൃഗം പുറത്തേക്ക് വന്നാൽ നമുക്കറിയില്ല, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് അത് ആനയാണ്. ഒരിക്കലും അതിനെ നമുക്ക് ഗസ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ സ്വഭാവം എങ്ങനെയാകും, പെട്ടെന്ന് അതിന്റെ സ്വഭാവം മാറും മറ്റേത് വന്യമൃഗത്തിനേക്കാൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജനസംഖ്യ ഉള്ളതും ഏറ്റവും കൂടുതൽ വന്യമൃഗത്തിന്റെ സംഖ്യ ഉള്ളതും ഇന്ന് ആനയാണ്. വളരെയധികം സംഖ്യ കൂടിയിരിക്കുന്നു. അപ്പോൾ പുറത്തേക്ക് വന്നാൽ അത് അക്രമകാരിയാണെങ്കിൽ വെടിവെച്ച് വീഴ്ത്താനുള്ള അധികാരം കൂടി കൊടുത്തേ. അതിന് കേന്ദ്രത്തിലൊരു നിയമ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതി വരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഇതിനകത്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ അവരുടെ ലക്ഷ്യത്തിൽ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴും ഇത് ഒരുപക്ഷെ ഇതിനകത്ത് നമ്മളൊക്കെ ഈ പറയുന്ന നാട്ടിൻ പ്രദേശത്ത് ഈ മലയോര പ്രദേശത്തല്ലാത്തവര് ഇപ്പോൾ നമ്മുടെ പട്ടണങ്ങൾ താമസിക്കുന്നവർക്ക് പോലും ഇതിന്റെ ശല്യം, കാട്ടുപന്നിയുടെ ശല്യം ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഫീലിംഗ് വരുന്നത്. പക്ഷേ മാത്രമല്ല ഒരു കാട്ടാനയൊക്കെ ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് വനം വകുപ്പ് അവിടേക്ക് ഓടിയെത്തി അതിനുശേഷം ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് ഇനി വീണ്ടും ഞങ്ങൾ നോക്കിക്കോളാം, ഫെൻസിംഗ് ഒക്കെ നടത്തുമെന്നൊക്കെ പറഞ്ഞു പോവുക. നമ്മൾ കണാച്ചേരി എൽദോസിന്റെ കാര്യത്തിൽ കണ്ടതല്ല. അവിടെ വഴിവിളക്ക് പോലും ഉണ്ടായിരുന്നില്ല, ഫെൻസിംഗ് പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഒരു മരണം വേണ്ടി വന്നു അവിടെ ഫെൻസിംഗ് ഇടുന്നതിനുള്ള കൊട്ടേഷൻ ഒന്ന് റീടെൻഡർ ചെയ്ത് വിളിക്കാൻ. ഇപ്പോൾ ഇവിടെയും 2022 മുതൽ ആന ഇറങ്ങുന്ന പ്രദേശമാണ്. നേര്യമംഗലത്ത് നിന്നാണ് ഈ ആന വരുന്നത്. വാച്ചർമാരവിടെ ആനയെ തുരുത്തിവിടാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീ ജോസ് കെ മാണി, ഇവർക്കുള്ള എൻഫോഴ്സ്മെന്റില് നമുക്ക് റാപ്പിഡ് എൻഫോഴ്സ്മെന്റ് ടീമുണ്ട്. ആ ടീം വണ്ണറബിൾ ആയി ഇങ്ങനെ കാട്ടാനകളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശത്ത് ഫുൾ ഫ്ലഡ്ജ്ഡ് ടീം ഉണ്ടാകണം എന്നുള്ളതാണ് വ്യവസ്ഥയൊക്കെ. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. 123 ഫോറസ്റ്റ് പോലീസ് ഓഫീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആ അടിസ്ഥാന സൗകര്യം വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല. എന്തു പറഞ്ഞാലും ഇതിനെ നേരിടാൻ കഴിയില്ല. നമ്മൾ എന്നാ പറഞ്ഞാലും വാദിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അവരുടെ ഉത്തരവാദിത്വം എന്താണ്?
ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. അവര് നിയമം നോക്കിയിട്ട് പറയുന്നത് എന്താണ്? വന്യമൃഗത്തിനെ സംരക്ഷിക്കുകയാണ്. അതിനകത്ത് നിർവചനം ഈ 1972 വന്യമൃഗ സംരക്ഷണ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് നിർവചനം കൊടുത്തില്ല. ആ നിർവചനം കൊടുക്കേണ്ടിയിരുന്നത് വന്യമൃഗം വനത്തിനകത്താകുമ്പോൾ അതിനെ സംരക്ഷിക്കുക, വനത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ പുറത്തേക്ക് വരുമ്പോഴും ആ നിർവചനം എവിടെയാണെന്നുള്ളത് കൊടുത്തിട്ടില്ലായിരുന്നു, അതിന്റെ അർത്ഥം കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ വന്യമൃഗത്തിനെ സംരക്ഷിക്കുന്നു, ജനത്തിനെ സംരക്ഷിക്കുന്നില്ല. ജനത്തിന് എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ ഓടി വരും, അതിനെ തുരുത്തി അകത്തേക്ക് കയറ്റാനായിട്ടുള്ള ശ്രമിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വലിയ ജനരോഷമുണ്ടാകും. ഇത് നിർബന്ധമായും അത് സംസ്ഥാനം മുഴുവൻ ഇറങ്ങി ഇതിനു വേണ്ടി നമുക്കൊരു നിയമഭേദം നടത്തുവാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വേണം. അങ്ങ് പറഞ്ഞതുപോലെ വനം വകുപ്പിനും ആ ചട്ടങ്ങളൊക്കെ ഭേദഗതി ചെയ്ത് വനത്തിന് പുറത്തിറങ്ങുന്ന കാട്ടാനയടക്കമുള്ള വന്യജീവികൾ ഇറങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയും വേണം. വളരെ കൃത്യമാണ്. താങ്ക് യു സി ജോസ് കെ മാണി.